കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് നമ്മുടെ സീരീസ് ലാമ്പിന്റെ സർക്യൂട്ട് ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ നമുക്കത് ഇന്ന് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലഗും അതുപോലെ ഒരു സോക്കറ്റും പിന്നെ ഒരു കഷ്ണം വയറ അതുപോലെ ബൾബിൻ്റെ ഒരു ഹോൾഡറും പിന്നെ 3 പിൻ ടോപ്പ് വയറ് 3 പിന്നായാലും 2 പിന്നായാലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ വയറയുടെ ഏറ്റവും തലയ്ക്ക് അതായത് വയറയുടെ ടോപ്പ് കണക്ഷനിലെ ഒരു പീസ് മുറിച്ച് മാറ്റാം. അതുപോലെ അതായത് വയറുടെ തുമ്പത്ത് ഇതുപോലെ നമുക്കൊരു 3-4 ഇഞ്ച് നീളത്തിൽ ഒരു കഷ്ണം മുറിച്ച് മാറ്റാം. പിന്നെ ഹോൾഡർ ഇതുപോലെ അഴിക്കുക. ഹോൾഡറിലേക്ക് നമ്മൾ ആ മുറിച്ച 2 തല അതായത് ആ വയറയുടെ ഒരു തല ഫേസ് ലൈനാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് അതിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്ത പീസ് മുറിച്ച പീസും അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡറിലേക്കുള്ള കണക്ഷൻ സെറ്റായി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ കണക്ഷനാണ്, ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുറിച്ചതിൻ്റെ ഇടയ്ക്ക് ഒരു ബൾബിൻ്റെ ഹോൾഡർ കൊടുത്തു, അത്ര ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് ഇട്ട് അടച്ചിട്ട് 2 വയർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ നമ്മൾ ന്യൂട്രലും റെഡ് നമ്മൾ ഫേസ് ആയിട്ട് എടുക്കണേ. അടുത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു സോക്കറ്റും ഒരു സ്വിച്ചും വേണം. അപ്പോൾ നമ്മൾ ബൾബിൻ്റെ ഹോൾഡറിൽ നിന്ന് വരുന്ന പോയിന്റ് നമ്മളിത് സ്വിച്ചിൻ്റെ ഒരു തലക്കേലേക്ക് കണക്ട് ചെയ്യാണ്. നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഗേജുള്ള വയറിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ടാണ് വയർ കനം കുറച്ച് ചെയ്യണേ. അപ്പോൾ സ്വിച്ചിൻ്റെ മറ്റേ തലക്ക വരുന്നത് നമ്മുടെ സോക്കറ്റിൻ്റെ ലൈൻ എൽ എന്ന് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് അതായത് റൈറ്റ് സൈഡിലേക്ക് വരണം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ മറ്റേ ഈ വയർ നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ല, നേരിട്ട് സോക്കറ്റിൻ്റെ ന്യൂട്രൽ പോയിന്റിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സോക്കറ്റിൻ്റെ ന്യൂട്രലിലേക്ക് നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കണക്ഷൻ. ഇതാണ് സീരീസ് ലാമ്പിൻ്റെ സർക്യൂട്ട് എന്ന് പറയാനായിട്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ നേരെ ഹോൾഡറിൽ നിന്ന് വരുന്ന ഭാഗം സ്വിച്ചിലേക്ക് കൊടുത്തു, സ്വിച്ചിൽ നിന്ന് നേരെ പ്ലഗിലേക്ക്. റഫായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഫേസ് ലൈൻ വന്ന് നേരെ ഹോൾഡറിൽ കയറി, അതിന് സ്വിച്ചിൽ കയറി, പ്ലഗിൻ്റെ സോക്കറ്റിൽ കയറി. ന്യൂട്രൽ ലൈനായിട്ട് എടുത്ത് നേരിട്ട് സോക്കറ്റിൻ്റെ ന്യൂട്രൽ പോയിന്റിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ മറ്റോടത്ത് എല്ലെന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തിട്ട് നമുക്കിനി ടെസ്റ്റ് അടിക്കണം. അപ്പോൾ ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യണ കാരണമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ വർക്കിന് വേണ്ടി ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾഡറിലേക്ക് ബൾബ് ഇടാം. ബൾബ് നമ്മൾ ഓരോ വാട്സിനനുസരിച്ചാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹെവി ലോഡൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ 200 ബൾബൊക്കെയാണ് ഇടുക. അത് വേറെ രീതിയാണ്. അപ്പോൾ നമ്മുടെ മറ്റേ വയറ നമ്മൾ സപ്ലൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് KCB സപ്ലൈ. അപ്പോൾ നമ്മളത് ഓൺ ചെയ്താലൊന്നും ഈ ബൾബ് കത്തില്ല. അതാണ് സീരീസ് ലാമ്പിൻ്റെ പ്രത്യേകത. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച 3 പിൻ ടോപ്പ് വയറ. ഇത് വെച്ചിട്ടാണ് നമ്മളിനി സീരീസ് ലാമ്പ് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ 2 തല നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബൾബ് ഫ്ലാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സോക്കറ്റിൻ്റെ വയർ തമ്മിൽ ഷോർട്ട് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ സോക്കറ്റിൻ്റെ നമ്മൾ നോർമൽ വീട്ടിലത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലെല്ലാം അടിച്ചു പോകും. പക്ഷേ സീരീസ് ലാമ്പിൽ നമുക്ക് സോക്കറ്റ് തമ്മിൽ ഷോർട്ട് ചെയ്താൽ യാതൊരു വിധ കുഴപ്പമുണ്ടാവില്ല. ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇതൊരു 3 പിൻ ടോപ്പ് വയറാണ്. അപ്പോൾ ഈ വയർ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരീസ് ലാമ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീരീസ് ലാമ്പിൻ്റെ 2 തല തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ആ വയർ കംപ്ലൈൻറ്റ് ഇല്ല എന്നർത്ഥം. ഇതുപോലെ തന്നെയാണ് ഫാൻ്റെ വൈൻഡിങ് നമ്മൾ നേരത്തെ വീഡിയോ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതൊരു ഫോളോ ചെയ്യാനും മറക്കല്ലേ.